സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചൊവ്വാഴ്ചയുണ്ടായ തീപിടുത്തം വെറുമൊരു അപകടമല്ല, മറിച്ച് പിണറായി സർക്കാരും ആരോഗ്യ വകുപ്പും ചേർന്ന് വരുത്തിവെച്ച ഒരു ദുരന്തമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർജിക്കൽ ICUവിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 32 രോഗികളുടെ ജീവൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഈ ഭാഗ്യം എപ്പോഴും തുണക്കില്ല എന്ന ബോധ്യമുണ്ടായിട്ടും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിൽ സർക്കാർ കാട്ടിയത് ക്രിമിനൽ കുറ്റത്തിന് തുല്യമായ അനാസ്ഥയാണ് എന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വസ്തുതകൾ തെളിയിക്കുന്നുണ്ട്. ഈ അപകടം ഒട്ടും അപ്രതീക്ഷിതമായിരുന്നില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആശുപത്രികളിലെ അഗ്നി സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചകളെക്കുറിച്ച് 5 വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2021 തന്നെ സർക്കാരിന് കർശനമായ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നതാണ്. കോവിഡ് കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികളിൽ തീപിടുത്തമുണ്ടായ പശ്ചാത്തലത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം സദേൺ നോവൽ കമാൻഡിലെ വിദഗ്ധ സംഘം സംസ്ഥാനത്തെ 140ഓളം ആശുപത്രികളിൽ ഫയർ ഓഡിറ്റ് നടത്തിയിരുന്നു. INS വെണ്ടുരുത്തി മുതൽ ഏഴിമല നാവിക അക്കാദമി വരെയുള്ള വിദഗ്ധർ യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടിയില്ല. ICUകളിൽ ഓക്സിജൻ ലൈനുകൾ വർദ്ധിക്കുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും അത് തടയാനുള്ള മാർഗങ്ങളും നേവി നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഓക്സിജൻ ചോർച്ച തടയാനുള്ള പരിശീലനം, ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുടെ കൃത്യമായ പരിശോധന, അത്യാഹിതമുണ്ടായാൽ രോഗികളെ പുറത്തെത്തിക്കാനുള്ള സുരക്ഷാ പ്ലാൻ എന്നിവ നടപ്പിലാക്കണമെന്ന് അന്ന് നിർദ്ദേശിച്ചിരുന്നതാണ്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെല്ലാം ചവറ്റുകുട്ടയിൽ എറിയുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത്. സുരക്ഷാ ഓഡിറ്റുകൾ വെറും കടലാസിലൊതുങ്ങി. വെന്റിലേറ്ററുകൾ ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണി നടക്കാത്തതാണ് ഇപ്പോൾ ICUവിൽ പുകയും തീയും ഉയരാൻ കാരണമായത്. സർജിക്കൽ ICUവിൽ പുക നിറഞ്ഞപ്പോൾ ശ്വാസമെടുക്കാൻ പോലും പ്രയാസപ്പെട്ട രോഗികൾ കിടന്ന ആ നിമിഷങ്ങൾ ഭയാനകരമായിരുന്നു. ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് വലിയൊരു പൊട്ടിത്തെറിയും ആൾനാശവും ഒഴിവായത്. ഓരോ അപകടം ഉണ്ടാകുമ്പോഴും പുതിയ അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും പഴയ റിപ്പോർട്ടുകൾ മുക്കുകയും ചെയ്യുന്ന പതിവ് ശൈലിയാണ് ഈ സർക്കാരിൻ്റെത്. പഴയ സുരക്ഷാ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഈ അപകടം ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണ പരാജയമാണ് വിളിച്ചോതുന്നത്. ആരോഗ്യമേഖലയിൽ ഒന്നാമതാണ് എന്ന് വീമ്പിളക്കുമ്പോഴും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന മെഡിക്കൽ കോളേജുകൾ പ്രാഥമികമായ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നോ ടാങ്കുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കണമെന്നോ ഉള്ള നിർദ്ദേശങ്ങൾ ഇന്നും നടപ്പിലാക്കിയിട്ടില്ല. സാധാരണക്കാരന്റെ ജീവൻ പന്താടുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഭരണകൂടം വരുത്തിവെച്ച ഈ അപകടത്തിന് ആരും മറുപടി പറയുമെന്നാണ് കേരളം ഇന്ന് ചോദിച്ചു പോകുന്നത്.